വാർത്തകളിലേക്ക് സ്വാഗതം. മാർപ്പാപ്പയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ദാനധർമ്മ വിഭാഗത്തിന്റെ പുതിയ തലവനായി സ്പാനിഷ് ആർച്ച് ബിഷപ്പ് ലൂയിസ് മാരിൻ ഡി സാൻ മാർട്ടിനെ നിയമിച്ചു. ലിയോ 14 പാപ്പയാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് പുറപ്പെടുവിച്ചത്. അഗസ്തീനിയൻ സന്യാസ സമൂഹാംഗമായ ഇദ്ദേഹം ജീവകാരുണ്യ സേവനത്തിനായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രീഫെക്റ്റായും സേവനമനുഷ്ഠിക്കും. 2022 മുതൽ ഓഫീസിനെ നേതൃത്വം നൽകിയ കർദിനാൾ കോൺറാഡ് ക്രജേവസ്കിയുടെ പിൻഗാമിയായാണ് ബിഷപ്പ് ലൂയിസ് മാരിൻ സേവനം ചെയ്യുക. വാഷിംഗ്ടൺ DC-യിലെ പ്രശസ്തമായ സെന്റ് മാത്യു കത്തീഡ്രലിന് നേരെ ബോംബ് ഭീഷണി മുഴക്കിയ കേസിൽ പ്രതി കുറ്റം സമ്മതിച്ചു. ന്യൂജേഴ്സി സ്വദേശിയായ ലൂയിസ് ഗെറി എന്ന 41-കാരനാണ് കോടതിയിൽ കുറ്റം സമ്മതിച്ചത്. 2025 ഒക്ടോബറിൽ സുപ്രീം കോടതി ജഡ്ജിമാരും പ്രമുഖ വ്യക്തികളും പങ്കെടുക്കുന്ന റെഡ് മാസ് എന്ന വാർഷിക പ്രാർത്ഥനാ ചടങ്ങ് നടക്കാനിരിക്കെയായിരുന്നു സംഭവം. കത്തീഡ്രലിന്റെ മുൻവശത്തെ പടികളിൽ ടെന്റ് അടിച്ച് താമസിച്ചിരുന്ന ഗെറി തന്റെ പക്കൽ മാരകമായ സ്ഫോടക വസ്തുക്കളുണ്ടെന്നും അത് പൊട്ടിത്തെറിക്കുമെന്നും പോലീസിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. കത്തോലിക്ക സഭയോടും ജൂത വിഭാഗത്തോടും അമേരിക്കൻ സുപ്രീം കോടതിയോടുമുള്ള കടുത്ത വിരോധമാണ് ഈ ആക്രമണ നീക്കത്തിന് പിന്നിലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. തലശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള പ്രമുഖ ദൈവശാസ്ത്ര പഠന കേന്ദ്രമായ ആൽഫ ഹയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിലീജിയസ് സയൻസിനെ വത്തിക്കാനിലെ ഡിക്കാസ്ട്രി ഫോർ കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷന്റെ ഔദ്യോഗിക അംഗീകാരം ലഭിച്ചു. ഇതോടെ ബംഗളൂരുവിലെ ധർമാരാം വിദ്യാക്ഷേത്രവുമായി ചേർന്ന് 3 വർഷത്തെ റെഗുലർ ദൈവശാസ്ത്ര ബിരുദ കോഴ്സ് ആരംഭിക്കാൻ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സാധിക്കും. ചടങ്ങിന്റെ ഉദ്ഘാടനം തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി, ആർച്ച് ബിഷപ്പ് എമിരറ്റസുമാരായ മാർ ജോർജ് വലിയമറ്റം, മാർ ജോർജ് ഞരളക്കാട്ട് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഡിഗ്രി പ്രഖ്യാപനം ബംഗളൂരു ധർമാരാം വിദ്യാക്ഷേത്രം പ്രസിഡന്റ് ഫാദർ ഡോക്ടർ മാത്യു ആറ്റിങ്കൽ CMI നിർവഹിച്ചു. ആദിത്യ മര്യാദ പഠിക്കേണ്ടത് യൗസേ പിതാവിൽ നിന്നും തിരുകുടുംബത്തിൽ നിന്നുമാണെന്ന് ലിയോ 14 പാപ്പ. റോമിലെ പട്ടണമായ സാക്രോഫാനോയിൽ നടക്കുന്ന സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ പരിപാടിയിൽ പങ്കെടുത്തവരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. റോമിലെ പൊന്തിഫിക്കൽ ലാറ്ററൻ യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ച് പ്രസ്ഥാനങ്ങളും തേർഡ് സെക്ടർ സംഘടനകളും സംഘടിപ്പിച്ച ഈ പരിപാടി സമകാലിക വിഷയങ്ങളെക്കുറിച്ചുള്ള സംഭാഷണത്തിനും പ്രതിഫലനത്തിനും ഇടം നൽകി. യുദ്ധങ്ങളും സംഘർഷങ്ങളും കലുഷിതമാക്കുന്ന ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കപ്പെടാനായി അസീസിയിലെ ഫ്രാൻസിസ്കൻ ബസിലിക്കയിൽ വിശുദ്ധ ബലിയർപ്പണം നടന്നു. മാർച്ച് 11 ബുധനാഴ്ച വൈകുന്നേരം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ബസിലിക്കയിൽ നടന്ന വിശുദ്ധ ബലിക്ക് ഇറ്റാലിയൻ മെത്രാൻ സമിതി അധ്യക്ഷൻ കർദിനാൾ മുത്തയ്യോ സൂപ്പി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സമാധാനത്തിന്റെ പ്രവാചകനായ വിശുദ്ധ ഫ്രാൻസിസിന്റെ നാമധേയത്തിലുള്ള ബസിലിക്കയിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് വിശ്വാസികൾ പങ്കുചേർന്നു. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.